എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു 36 ഇഞ്ച് ചെസ്റ്റുള്ള ഒരാളുടെ ഷർട്ട് കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ 1.5 മീറ്റർ തുണിയാണുള്ളത്. വീതി വന്നിട്ട് 58 ഇഞ്ച്. ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. ഇനി ഇതേപോലെ കരഭാഗം രണ്ടും കൂടെ ചേർത്തിടുക. അതിനുശേഷം ഇവിടെ ഒരു 2 ഇഞ്ച് ഫ്രണ്ട് പട്ടിക്ക് വേണ്ടി മാർക്ക് ചെയ്യുക. ഈ കരഭാഗം ഒഴിവാക്കിയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഷോൾഡർ സ്ലോപ്പ് ഒരു 2.25 ഇഞ്ച് കൊടുക്കാം. നെക്ക് 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 5-ൽ1 ഭാഗം ഏകദേശം 3.25 ഇഞ്ച് വരും. അതിവിടെ മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് താഴേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഒരു 4 ഇഞ്ച് കുറവ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നെക്ക് വരയ്ക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഷോൾഡർ 17.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8.25, 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടി ചേർത്തിട്ട് 9.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ വരയ്ക്കുക. അതേപോലെ നേരെ താഴേക്കും വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ കൈ ലൂസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 16 ഇഞ്ച് റെഡി കിട്ടിയാൽ മതി. അപ്പോൾ ഈ 16 ഇഞ്ചിൻ്റെ പകുതി 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇത് ആം ഹോൾ ചിലപ്പോൾ കുറവ് വരും. അപ്പോൾ നമുക്ക് ഈ 8 ഇഞ്ചിനനുസരിച്ചാണ് കൈ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറവ് വരികയാണെങ്കിൽ ആം ഹോൾ പിന്നീട് കട്ട് ചെയ്ത് കൂട്ടിയെടുക്കാം. അപ്പോൾ അതേപോലെ 8 ഇഞ്ചിൽ ചെസ്റ്റ് ലൈൻ വരയ്ക്കാം. ഇനി ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഇറക്കം 26 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിനും കൂടെ ചേർത്തിട്ട് 27 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 3/4 ഇഞ്ച് ബോട്ടം മടക്കിയടിക്കാൻ മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ ചെസ്റ്റ് വന്നിട്ട് 36 ഇഞ്ചാണ്. അതിൻ്റെ 4-ൽ1 ഭാഗം 9 ഇഞ്ച്, 2 ഇഞ്ച് ലൂസിന് കൊടുക്കാം. അപ്പോൾ 11 ഇഞ്ച്, ഒരു 3/4 ഇഞ്ച് തയ്യത്തുമ്പ്. ഇവിടെ സൈഡ് ഡബിൾ തയ്യലാണ്, അതുകൊണ്ട് ഒരു 3/4 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കുക. അപ്പോൾ മൊത്തം 11.25 ഇഞ്ച്. അപ്പോൾ 11.25 ഇഞ്ച് ഇവിടെ ഇടുക. ഇവിടെ നമ്മൾ ഷേപ്പ് കൊടുക്കുന്നില്ല, കാരണം അല്പം കുടവയറുള്ള ആളായതുകൊണ്ട് നമ്മളത് ഒരേ ലൂസ് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ആം ഹോൾ വരയ്ക്കാം. ഇവിടെ വി കട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ചെറിയ ഷേപ്പ് കൊടുക്കുക. അതേപോലെ ഷേപ്പിൽ മാർക്ക് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്യാം. ഇനി ഇത് നേരെ ഇങ്ങനെ തിരിച്ചിടുക. അതിനുശേഷം ഇവിടെ ഫ്രണ്ട് ആകെ എത്രയുണ്ട് നടക്കുക. ഇത് വന്നിട്ട് 11.25 ഇഞ്ച് വരുന്നുണ്ട്. ഇതൊന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 10.25 ഇഞ്ച് വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ആ 10.25 ഇഞ്ചിൽ മടക്കിയെടുക്കുക.
അപ്പോൾ ഇതേപോലെ വയ്ക്കുമ്പോൾ ഇവിടെ 1 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസ് വരണം. അപ്പോഴാണ് നമ്മളിവിടെ സൈഡ് ഡബിൾ തയ്യൽ ഇട്ട് കഴിഞ്ഞിട്ട് ആ തയ്യൽ ബാക്കിലേക്ക് പോവുള്ളൂ. അതായത് അയൺ ചെയ്യുന്ന സമയത്ത് തയ്യൽ ബാക്കിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇതേപോലെ വയ്ക്കുക. ഇവിടെ ഷോൾഡർ ഇതിനൊപ്പം അടിയിലേക്ക് വരഞ്ഞെടുക്കുക. ഇനി ഷോൾഡർ 17.5 ഇഞ്ചാണ്. അപ്പോൾ 8.75 അരഞ്ച് തയ്യെത്തുമ്പോൾ 9.25 ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ടിൽ വെച്ചത്. ഇവിടെ വന്നിട്ട് ഒരു 4 ഇഞ്ച് കുറച്ചിട്ട് 9 ഇഞ്ച് വയ്ക്കുക. അതിനുശേഷം അതേപോലെ നേരെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ആം ഹോൾ വരയ്ക്കുക. എന്നിട്ട് ഇതിനൊപ്പം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള ഫ്രണ്ട് പട്ടി കട്ട് ചെയ്യാം. ഇതേപോലെ കഴുത്തിനെക്കാട്ടിൽ ഒരല്പം കൂടുതൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള ഒരു ഷോൾഡർ കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ നീളം 9.25 ആണ് വേണ്ടത്. ഒരു 9.5 വെച്ചിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക. ഷോൾഡറിൻ്റെ ഹൈറ്റ് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ കുഴിച്ച് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ അതേപോലെ 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 3.25 ഇഞ്ച്. അതിനുശേഷം ഇതേപോലെ വരയ്ക്കുക. ഇവിടെ വന്നിട്ട് 9.25 ഇഞ്ച്, ഇവിടെ 9 ഇഞ്ച്. അപ്പോൾ ഇതേപോലെയാണ് ഷോൾഡർ കട്ട് ചെയ്യുക. ഇനി ഇതേപോലെ ഒന്നുകൂടെ കട്ട് ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. ഇത് ഹാഫ് സ്ലീവാണ്. ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്നുകൂടെ മടക്കുക. സ്ലീവ് ലൂസ് 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8, അരഞ്ച് തയ്യെത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് 8 ഇഞ്ച് വീതിയിൽ മടക്കിയെടുത്താൽ മതി. ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ കയ്യിറക്കം 9.5 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് ഇവിടെ തയ്യെത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ബോട്ടം മടക്കിയടിക്കാൻ ഒരു 2.5 ഇഞ്ച്. 2.5 ഇഞ്ച് ഇടുന്നത് ഇത് നേരെ സെൻറ്ററിൽ മടക്കും. 1.25 ഇഞ്ച് വീതിയാണ് വരിക. ഇനി ഇങ്ങോട്ട് കുഴിച്ച് മാർക്ക് ചെയ്യണത് 4 ഇഞ്ചാണ്. അത് ചെസ്റ്റിൻ്റെ 8-1 മൈനസ് അരഞ്ച്. അതായത് ചെസ്റ്റ് 36, 8-1 4.5 വരും. അരഞ്ച് കുറയ്ക്കുമ്പോൾ 4 ഇഞ്ച്. ആ 4 ഇഞ്ചാണ് ഇവിടെ വയ്ക്കുന്നത്. ഇനി ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ട് ഷേപ്പിൽ വരച്ചാൽ മതി. ഇതേപോലെ വരച്ചാൽ മതി. ഒരു അരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ 8.5 വെച്ചത്. ഇങ്ങോട്ട് 1 ഇഞ്ച് കുറച്ചിട്ട് 7.5 മാർക്ക് ചെയ്യുക. സ്ലീവ് റൗണ്ട് 7.5 ഇഞ്ച് വരും. 7 ഇഞ്ച് വരും. ഇതിനി കട്ട് ചെയ്യാം.
അപ്പോൾ അതേപോലെ സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്യുക. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഒരു ഷോൾഡർ കൂടെ കട്ട് ചെയ്യാം. ഇത് ഇതേപോലെ കുറച്ച് കൂടുതൽ വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളത് അറ്റാച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇവിടെ നിന്ന് ഒരു 20 ഇഞ്ച് നീളത്തിൽ നമുക്ക് കോളറിന് ബൈൻഡിനുള്ള തുണി കട്ട് ചെയ്യാം. അപ്പോൾ അത് ഇതേപോലെ 2 മടക്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ടുള്ള കോളറിനുള്ള തുണി കിട്ടും. ഈ ഭാഗത്തുനിന്ന് ഒരു പോക്കറ്റ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വീതിയുള്ള തുണി ആയതുകൊണ്ട് ഇത് ബാലൻസ് വന്ന തുണിയാണ്. വേണമെങ്കിൽ ഈ 1.5 മീറ്റർ തുണി വീതിയുള്ള തുണിയാകുമ്പോൾ ഇതിൽ ഫുൾ സ്ലീവ് അടിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കോളർ കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് കോളർ ക്യാൻവാസ് ആണ്. ഇത് പശ ഇവിടെ ഉൾവശത്താണ്. ഈ പശയുള്ള ഭാഗം ഇതേപോലെ ഇങ്ങനെ മടക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ കോളർ പാറ്റേൺ ഉണ്ടാക്കി വയ്ക്കുക. ഇത് ഞാൻ കോളർ പാറ്റേൺ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് 17 ഇഞ്ച് വരെയുള്ള കോളർ കട്ട് ചെയ്യാൻ പറ്റും. നമുക്കിതിൽ വേണ്ടത് 16 ഇഞ്ചാണ്. 16 ഇഞ്ച് പറയുമ്പോൾ ഇതുവരേക്കും വരും. അതായത് ഈ രണ്ടാമത്തെ ലൈൻ വരും. അപ്പോൾ ഈ രണ്ടാമത്തെ ലൈൻ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് വയ്ക്കുക. അതിനുശേഷം ഇതേപോലെ വരച്ചെടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ കോളറിൻ്റെ ഈ രണ്ടാമത്തെ ലൈൻ ഇതിനൊപ്പം വയ്ക്കുക. അപ്പോൾ അതേപോലെ വരച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെയാണ് കോളർ വരിക. ഇനി ഇവിടെ നമുക്ക് ഈ കോളർ പോയിന്റിൽ കനം വേണമെങ്കിൽ ഇതിന്ന് ഒരു പീസ് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ 2 പീസ് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഈ കോളർ പോയിന്റിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.